എല്ലാവർക്കും ഷെഫ്സ് കോർണറിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വഴുതനങ്ങ മുളകിടുന്നതാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വഴുതനങ്ങയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന വഴുതനങ്ങ വെച്ചിട്ടും ഇതുപോലെ മുളകിട്ടുണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇതിന് ചെറുതായിട്ടൊരു വീട്ടിലുണ്ടാക്കിയ ഈ വഴുതനങ്ങക്ക് ചെറുതായിട്ടൊരു കയ്പ്പുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് സമയമൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് ഓളാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അതുപോലെ കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർക്കുമ്പോൾ അതിൻ്റെ അളവൊക്കെ അപ്പോൾ പറയാം കേട്ടോ. ഇനി ചട്ടിയൊക്കെ വെച്ച് നല്ല എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഉലുവ ഒന്നൊരു ബ്രൗൺ നിറമായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്നും എടുക്കരുത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം. ഈ മുളകിട്ട കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ലൊരു ടേസ്റ്റാണിത്. അതിൽ തന്നെ ഉണ്ടാക്കാൻ മാക്സിമം നോക്കുക. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ അതിലിട്ടിട്ട് ആ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് എണ്ണയിലേക്കൊക്കെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട്. ചിലർ ചേർക്കാറില്ല, നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. പക്ഷേ എനിക്ക് എന്തോ അത് ചേർക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മുളകിട്ട കറിയിലൊക്കെ ഈ മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കും. അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ചില ആളുകളൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇട്ട് കൊടുത്താൽ എനിക്ക് എന്തോ അതൊരു വേറൊരു ടേസ്റ്റുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരണം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഈ മുളകിട്ട് വെക്കണേ അതിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ. നല്ല വെള്ളമൊക്കെ വേണമെന്നുള്ളവർക്ക് വെള്ളം കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഞാൻ അത്ര ഗ്രേവി അത്ര എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അധികമൊന്നുമില്ല. ഇനി അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വെള്ളം വറ്റിച്ചെടുക്കണോ അത്രയും വറ്റിച്ചെടുക്കാം. ഇനി വെള്ളത്തോട് കൂടിയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.